ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേഷൻ 2 കേട്ടോ. അതിൽ എന്താണ്, ട്രയൽ ബാലൻസ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സൊല്യൂഷനായിട്ട് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. മാർച്ച് 31, 2018 സുധാകരാസ് ബുക്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെയുള്ള ഒരു ട്രയൽ ബാലൻസ് ആണ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സുധാകരാസ് ഓൺ മാർച്ച് 31, 2018 അവരുടെ ഒരു ബുക്കാണ് കേട്ടോ. അവരുടെ ബുക്കിൻ്റെ ഒരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ കുറേ ട്രാൻസാക്ഷൻസുകളുണ്ട്. നോക്കാം, ക്യാപിറ്റൽ 1,80,000, സ്റ്റോക്ക് 1/4/2017 കേട്ടോ. 18 മാർച്ച് 31 ആണ്. അപ്പോൾ ആൾ ഓപ്പണിങ്ങിൽ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കുക. 49,200, സെയിൽസ് 2,43,600, ഗ്യാസ് വാട്ടർ 2,520, ലാൻഡ് ആൻഡ് ബിൽഡിങ് 60,000. അങ്ങനെ ഒരുപാടുണ്ട്, അത് ഞാൻ വായിക്കണില്ല. അപ്പം നമുക്ക് ഓരോന്നും എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസിലേക്ക് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട് അല്ലേ, ലയബിലിറ്റി ഉണ്ട്, അസറ്റ് ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, അഥവാ പിൻവലിച്ച ആളുടെ ഇതിന് വേണ്ടിയിട്ട് പിൻവലിച്ച കാര്യമുണ്ട്. പിന്നെ അതുപോലെ ബിൽസ് പേയബിൾ, അടക്കേണ്ട ബില്ലുകളുണ്ട്, പിന്നെ കിട്ടിയ ബില്ലുകളുണ്ട്, ബിൽസ് റിസീവബിൾ, കിട്ടിയ ബില്ലുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എല്ലാ ട്രാൻസാക്ഷൻസും അടങ്ങിയ ഒരു ബുക്സാണ് സുധാകരാസിൻ്റെ ഒരു ബുക്സ് എന്ന് പറയുന്നത്, മാർച്ച് 31, 2018 അപ്പോൾ ഓരോന്നും നമുക്ക് അതുപോലെ നമുക്ക് ട്രയൽ ബാലൻസിലേക്ക് സൊല്യൂഷനായിട്ട് കൊടുത്താലോ, അങ്ങനെ നോക്കാം അല്ലേ. നോക്കാം, ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് നമ്മൾ കൊടുക്കുക. 4 കോളംസ് കൊടുക്കണം. നെയിം ഓഫ് അക്കൗണ്ട്, LF, ഡെബിറ്റ് ബാലൻസ്, ദെൻ ക്രെഡിറ്റ് ബാലൻസ്. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസിൻ്റെ പെർഫോമ ഉള്ളത്. അത് വെച്ചിട്ടാണ് അതിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് ട്രാൻസാക്ഷൻസ്. നോക്കാം, ഫസ്റ്റത്തെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ലയബിലിറ്റി നമ്മൾ എന്താ ചെയ്യുക, ലയബിലിറ്റീസുകളെല്ലാം നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് കൊടുക്കുക. നിങ്ങൾ ഓർക്കണം കേട്ടോ, ഞാൻ പറയുമ്പോൾ ലയബിലിറ്റീസുകൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്താണ്, ക്രെഡിറ്റ് ബാലൻസിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 1,80,000 രൂപ എന്ന് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുക. ഇനി സ്റ്റോക്ക് എന്താണ്, അസറ്റാണ്. ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അസറ്റാണ്. സോ അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എവിടെയാണ് കൊടുക്കുക, അസറ്റുകളെല്ലാം നമ്മൾ എന്താ ചെയ്യുക, ഡെബിറ്റ് കോളംസിലാണ്, ഡെബിറ്റ് എമൗണ്ടിലാണ് കൊടുക്കുക. ഡെബിറ്റ് ബാലൻസ് ആണ് 49,200. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്യാസ് ആൻഡ് വാട്ടർ എന്താണ്, സെയിൽസ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. ഇൻകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻക്ലൂഡിങ് സെയിൽസ് ഇൻകത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസിൽ നമ്മൾ കൊടുക്കുക 2,43,600. ഓക്കെ, പിന്നുള്ളത് ഗ്യാസ് ആൻഡ് വാട്ടർ ആണ്. ഗ്യാസ് ആൻഡ് വാട്ടർ എന്താണ്, എക്സ്പെൻസ് ആണ്. അറിയാലോ, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകളെല്ലാം നമ്മൾ എവിടെയാണ് കൊടുക്കുക, ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കൊടുക്കുക. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്, സംശയിക്കരുത്. അത് അവൈഹാട്ടാക്കി തന്നെ ചെയ്തോളൂ കേട്ടോ. ഗ്യാസ് ആൻഡ് വാട്ടർ. പിന്നെ ഉള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിങ്. ലാൻഡ് ആൻഡ് ബിൽഡിങ് എന്താണ്, അസറ്റാണ്. അസറ്റുകളെല്ലാം നമ്മൾ എവിടെയാണ് കൊടുക്കുക, അസറ്റുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കൊടുക്കും. മെഷീനറി അസറ്റാണ്, ഡെബിറ്റ് ബാലൻസിൽ കൊടുക്കുക. ഡെപ്റ്റേഴ്സ് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻകമാണ്. കമ്മീഷൻ കിട്ടിയില്ലേ. അപ്പം നമ്മൾ എന്താ പറയുന്നത്, കമ്മീഷൻ ഡെബിറ്റ് ആണ് പറയുന്നത്, ക്രെഡിറ്റ് അല്ല കേട്ടോ. ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇൻകമാണ് കേട്ടോ. ഇൻകംസ് ആണ്, അത് ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കുക. ഇത് ഡെബിറ്റ് ആണ്, കൊടുത്തതാണ് കമ്മീഷൻ. സോ അവിടെ 4,410 എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കൊടുക്കുക.
അല്ലേ. നെക്സ്റ്റ് നോക്കാം, പ്ലാന്റ് ആണ്. പ്ലാന്റ് അസറ്റാണ് അല്ലേ. പ്ലാന്റ് അസറ്റാണ്. അസറ്റുകളെല്ലാം നമ്മൾ എവിടെ കൊടുക്കാം? അസറ്റ് ഡെബിറ്റ് ബാലൻസിൽ കൊടുക്കുക. ദെൻ ക്യാരേജ് ആണ്. ക്യാരേജ് എക്സ്പെൻസ് ആണ്. ദെൻ ഡെബിറ്റ് ബാലൻസ്. ക്യാരേജ് എക്സ്പെൻസ് ആണ് കേട്ടോ. ദെൻ റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇൻകം ആണ്. ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് കൊടുക്കുക. ദെൻ ഇൻഷുറൻസ്, ഇൻഷുറൻസ് പെയ്ഡ് ആയിരിക്കും. സോ അവിടെ നമ്മൾ എന്താണ്? എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് റിട്ടേൺ ആണെന്ന് മനസ്സിലാക്കുക. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പനി കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്തത് അത് റിട്ടേൺ തരുന്ന, അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. സോ അവിടെ നമ്മൾ ഡെബിറ്റായിട്ട് കാണിക്കണം. ഓക്കെ. ദെൻ സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ആണ്, ഇൻകം ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് എമൗണ്ടിൽ കൊടുക്കുക. ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അടയ്ക്കേണ്ട ബില്ല് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്താണ്? അത് ലയബിലിറ്റി ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. സോ ലയബിലിറ്റീസുകളെല്ലാം എന്താ ചെയ്യുക? ക്രെഡിറ്റ് ആയിട്ടാണ്, ക്രെഡിറ്റ് ബാലൻസിലാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, അത് ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ദെൻ റിട്ടേൺ ഔട്ട്വേർഡ് അല്ലേ. ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ്സ് സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്താണ്? ഔട്ട്വേർഡ്സ് പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ. അപ്പോൾ ബയറാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പർച്ചേസ് ചെയ്തത് റിട്ടേൺ കൊടുക്കുകയാണ്. അപ്പോൾ റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പർച്ചേസ് എക്സ്പെൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്താ? ഇൻകം ആയിരിക്കും. സോ അവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് എമൗണ്ടിൽ എഴുതുന്നു. ഇൻകം ആയതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ ഒരു ഇൻകമാണ്. ദെൻ നെക്സ്റ്റ് ബാങ്ക് ചാർജ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ്. ഡ്രോയിങ്സ്, സ്പെഷ്യലായിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട്സ് എവിടെയാണ് നമ്മൾ കൊടുക്കുക? ഡെബിറ്റ് ബാലൻസിലാണ് കൊടുക്കുക. പിന്നെ അതുപോലെ ട്രേഡ് എക്സ്പെൻസ് എല്ലാം നമ്മൾ എവിടെയാണ് കൊടുക്കുക? ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് ആണ്. ദെൻ ക്യാഷ് നമുക്കൊരു അസറ്റ് ആണ്, അത് ഡെബിറ്റ് ബാലൻസിലാണ് കൊടുക്കുക. ബാങ്കും അതുപോലെ ഒരു അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസിലാണ് കൊടുക്കുക. ദെൻ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് ബാലൻസിലാണ് കൊടുക്കുക. ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ്, അതും എക്സ്പെൻസ് ആണ്, ഡെബിറ്റിലാണ് കൊടുക്കുക. ഫർണിച്ചർ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. ബിൽസ് റിസീവബിൾ, നമുക്ക് ബില്ല് കിട്ടി എന്നാണ് പറഞ്ഞത്. കിട്ടിയത് കൊണ്ട് നമുക്ക് എന്താണ്? അതൊരു അസറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അസറ്റ് എന്താ ചെയ്യുക? ഡെബിറ്റ് ബാലൻസിലാണ് കൊടുക്കുക. ഇത്രയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 44,87,830 എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്?